എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂല് അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ കർട്ടനൊന്നു മാറ്റാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടൻ മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാവരുടെ നിസ്കാരവും നോക്കുകയാണ്. അവസാനം തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനെ തിരിച്ചിട ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരു സൈഡിൽ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരു സൈഡിൽ ഇരുന്ന് കരയുകയോ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ. ആരോ സലാം പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ, എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാണ്. അപ്പോഴും ഫാത്തിമ ബീവി ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടുന്ന് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ, ഈ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ, ഈ നാട്ടുകാരനല്ല ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വാതിൽ തുറക്കു ഫാത്തിമ, വാതിൽ തുറക്കു ഫാത്തിമ. ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പോലും പേടിച്ചു പോവുകയാ. അസ്റായീൽ വീടിനകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായീലേ എന്നെ കാണാമെന്നതാണോ, എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറയുന്നു, അസ്റായീലേ എനിക്കൊരാളെ കാണണം അസ്റായീല്, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീല്. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെയുണ്ടായിരുന്നല്ലോ, ഈ അവസാനം ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്തേ ജിബ്രീലേ നീ എന്നെ യാത്രയാക്കാൻ വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബ്രീല്, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് തന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ അല്ലാഹു അവന് പുറത്തു കൊടുക്കും നബിയേ.
അള്ളാന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ, അസ്രായിലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ. അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, അള്ളാന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, അസ്രായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്രായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്രായീൽ. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിന്റെ താമസമുണ്ടല്ലോ. അസ്രായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, പ്രസവിച്ചു കിടന്ന ചോര കുഞ്ഞിന്റെ റൂഹ് പോല് എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്രായിൽ റൂഹ് പിടിക്കുകയാ. അള്ളാന്റെ റസൂല് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹനിധിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുഖമിങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി സക്കറോ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, ദുആ ചെയ്യണേ ആയിഷ. മരണസമയത്ത് റബ്ബ് നിന്നോട് കരുണ കാണിക്കാന് നീ ദുആ ചെയ്യണേ ആയിഷ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയാതെ അള്ളാന്റെ റസൂല് എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. ആ സമയത്താണ് ഒരു സഹാബി, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയോ. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരുന്നിട്ട് ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. കാരണം ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, മിസ്വാക്ക് വാങ്ങിയിട്ട് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയോ. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ, അള്ളാഹുവിന്റെ പ്രവാചകന് പല്ല് തേച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗം വരെ റൂഹത്തി. ആ സമയമുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്കൊരു സഹാബി കടന്നു വരികയോ. മഹാനായ ഉസാമ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ. ഉസാമ റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കൈ ചലിക്കുകയാ. പല്ല് തേക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ. അള്ളാന്റെ റസൂലിന്റെ 2 കൈയും ഇങ്ങനെ ഉയരുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന് 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തന്റെ വളർത്തു മകനായ ഉസാമയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് ഉസാമ. പൊന്നുമോനെ, റബ്ബനോട് കരുണ കാണിക്കാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ, ഒന്ന് ദുആ ചെയ്യ് ഉസാമ.
അള്ളാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ അവസാനമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഒരു ദിവസം കോടാനുകൂടി അപരാധം ചെയ്യുന്ന എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകൾ കാണാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. റബ്ബിനോട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. പടച്ചുറപ്പേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളോട് നീ ദയ കാണിക്കണേ അല്ലാ. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ മജ്ലിസ്